ഇത്തരമൊരു കഷ്ടപ്പാട് നമ്മൾ ഡയറക്ടർമാരിൽ കാണാറുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർമാരെ വർഷങ്ങളോളം എഴുതുന്ന സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ പോകുന്നു, നടക്കുന്നില്ല. അങ്ങനെ എത്രയോ ഡയറക്ടർമാരെ സ്ക്രിപ്റ്റ് റൈറ്റർമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു നായികയാകണമെന്ന് അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു മുഖം കാണിക്കണമെന്ന് അത് നമുക്കൊരു കഴിവ് വരെ ഉണ്ടായിട്ടുണ്ട്. ദൈവം തന്നൊരു കഴിവ്, നർത്തകി എന്നൊരു കഴിവ് ഉണ്ടായിട്ട് പോലും എത്താതെ വരുമ്പോൾ ആ വിഷമവും വലിയ വിഷമം തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ആ ഒരു വിഷമമൊക്കെ മാറിയില്ല ഇപ്പോൾ. ഞാൻ ഇന്നലെ ഷാരിസ് ചേട്ടനോട് പറയായിരുന്നു, ഞാനൊരു പൂ ചോദിച്ചപ്പോൾ ദൈവം പൂന്തോട്ടം തന്നൊരവസ്ഥ, പൂക്കാലം കൊണ്ട് തന്നു. ആ ഒരു സ്റ്റേജിലാണ്. പക്ഷേ ലിറ്ററലി ഞാനതാ പ്രസ് മീറ്റിൽ പറഞ്ഞത്, ഞാൻ എന്തിനെയാണോ തേടിക്കൊണ്ടിരുന്നത് അത് എന്നെയും തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് ചിഞ്ചു റാണി കഥാപാത്രം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ സെക്കൻഡിൽ എൻ്റെ പെർസ്പെക്റ്റീവ് ലൈഫിനോടുള്ളത് ചേഞ്ച്. മാറ്റിയതല്ല. ആ ദാറ്റ് മൊമെന്റ് എനിക്ക് ചിഞ്ചു റാണി എന്നാണ് കഥാപാത്രം നിറഞ്ഞ സെക്കൻഡിൽ എൻ്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. കുറച്ചുകൂടെ ഞാൻ റിലാക്സ്ഡ് ആയി. എനിക്ക് മനസ്സിലായി എവിടെയോ ആരും എന്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി എവറിത്തിങ് ഇസ് ദർ, എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, 3 പെൺകുട്ടികളാണ്. ഞാൻ രണ്ടാമത്തെ. ചേച്ചി മാൾട്ടയിൽ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അനിയത്തി ഡോക്ടറാണ്. MBBS ഒക്കെ കഴിഞ്ഞു, വർക്ക് ചെയ്തു. ഇപ്പം PG പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കണം. അതെ, ഞാൻ പൂർണ്ണമായിട്ടും ഡാൻസിലേക്ക് കലയ്ക്ക് വേണ്ടി ലൈഫ് മൊത്തം മാറ്റി. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും നിങ്ങളുടെ ഒരു ഏരിയ തന്നെ കൊല്ലംകോട് ഭാഗത്താണ്. അവിടെ നിന്ന് വന്ന് എറണാകുളത്ത് വന്ന് നിൽക്കണം. സിനിമയ്ക്ക് ഒരു ഹബ്ബ് എന്ന് പറഞ്ഞ കൊച്ചിയാണ്, അല്ലെങ്കിൽ പണ്ട് ട്രിവാൻഡ്രമാണ്, അതിന് മുമ്പ് ചെന്നൈ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നിൽക്കണം നമ്മൾ. അങ്ങനെയാണ് സിനിമ കിട്ടുന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെയൊക്കെ സെറ്റിൽ ആകേണ്ട ഒരു നിലയിലേക്ക് വരെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ വേണ്ട എന്ന് തെളിയിച്ചു ഈ സിനിമ. കൊല്ലംകോട്ട് എടുത്താലും അവിടെയും വരും. പണ്ടൊരു ചൊല്ലുണ്ട്, നെല്ല് എവിടെയും കൊണ്ടെങ്കിൽ എലി കൊല്ലത്താണി വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. അതെ. ഇല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, എൻ്റെ നാടിൻ്റെ പേര് പറഞ്ഞത്. ബിക്കോസ് പാലക്കാടാണ്, കൊല്ലംകോടാണെന്ന് പറയുമ്പം ഈ ജേർണിയിൽ നമ്മൾ എവിടെയെങ്കിലും ട്രൈ ചെയ്യുമ്പം പെട്ടെന്നൊരു ജഡ്ജ്മെൻ്റൽ ഉണ്ട്. പാലക്കാടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കിത് പല സ്ഥലത്തും എനിക്ക് ഹേർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് മുൻപ് തന്നെ കൊച്ചിയിൽ വന്ന് ഫ്ലാറ്റ് എടുത്ത് സ്റ്റേ ചെയ്യാനാണ് നിന്നത്, എൻ്റെ സ്കൂള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഞാൻ പഠിച്ചത് ഇവിടെയാണ്, സെൻറ്റ് ട്രേസസിലേക്ക് പഠിച്ചതൊക്കെ. അപ്പം ഞാൻ ഇന്നലെ ദിലീപേട്ടനോട് പറഞ്ഞത്. എനിക്കപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി. വാട്ട് എവർ, ഐ ഡോണ്ട് നോ ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ പോണേന്ന്. പക്ഷേ എൻ്റെ സ്കൂൾ തുടങ്ങുമ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂൾ റൺ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. ഒരു 20-22 രാജ്യത്തു നിന്ന് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതൊരു വാശിയായി. എനിക്ക് എൻ്റെ നാട്ടിൽ കൊല്ലംകോട് തുടങ്ങണം, എൻ്റെ സ്കൂള് കൊല്ലംകോട് വെച്ച് തന്നെ തുടങ്ങണം. അവിടെ നിന്ന് തന്നെ എൻ്റെ ക്ലാസ്സസ് US ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും UK ആണെങ്കിലും അവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞ് വാശിക്ക് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ നാട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ കൊല്ലംകോടാണെങ്കിലും നമ്മളുടെ കാലിബർ ഉള്ള ആൾക്കാർ എവിടെയാണെങ്കിലും വൺ ഡേ ദിസ് പ്രപഞ്ചം will support you. അല്ല, കൊല്ലംകോട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ സിനിമ ഒരുങ്ങിയിരിക്കുന്നു. അതെ, എത്ര ഹിറ്റ് സിനിമകൾ ഉണ്ടായിരിക്കുന്നു പാലക്കാട്, കൊല്ലംകോട്. ഇപ്പോഴും പാലക്കാട് ലൊക്കേഷനാണ്. അപ്പൊ അത് ശരിക്കും ഒരു അഭിമാനമാണ്. ഒരു മാറ്റവും ഇല്ല. എന്റെ നാട് തൊടുപുഴയാണ്. തൊടുപുഴയിൽ ഹിറ്റുകൾ മാത്രം ഉണ്ടാവുന്ന ഒരു ലൊക്കേഷനാണ്. ദൃശ്യം തുടങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തുടരും, ലാലേട്ടന്റെ ഹിറ്റ് തൊടുപുഴയാണ്. അപ്പൊ അതുപോലെ ഹിറ്റുകൾ സമ്മാനിച്ച നാടാണ് പാലക്കാട്, കൊല്ലംകോട്. ഒരു മാറ്റമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.